ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൽ പി എസ് സി ബുള്ളറ്റിലെ ഏപ്രിൽ 15 എഡീഷനാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 2026 ആബേൽ പുരസ്കാരം ഗേഡ് ഫ്ലാറ്റിങ്സിന് എഴുതി വെച്ചോ, നല്ല പോയിൻ്റാണ്. 2026 ആബേൽ പുരസ്കാരം ആരാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്? ഗേഡ് ഫ്ലാറ്റിങ്സ് കേട്ടോ, ഗേഡ് ഫ്ലാറ്റിങ്സ്. 2026 ആബേൽ പുരസ്കാരം ഗേഡ് ഫ്ലാറ്റിങ്സിന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ലഭിച്ചിരിക്കുന്നത്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. എഴുതി വെച്ചോ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? KV മോഹൻകുമാറിൻ്റെ ഉല എന്ന നോവലിനാണ് കേട്ടോ. അപ്പോൾ ഉല എന്ന നോവൽ എഴുതിയത് ആരാണ്? KV മോഹൻകുമാർ. ഉല എന്ന നോവൽ എഴുതിയത് ആരാണ്? KV മോഹൻകുമാർ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? അഖിൽ പി ധർമ്മജനാണ് കേട്ടോ. ക്രിട്ടിക്കാലിറ്റി നേട്ടം വരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്കു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ക്രിട്ടിക്കാലിറ്റി എന്ന നേട്ടം കൈവരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം മലയാളി താരം നിഹാൽ സരിനാണ് ലഭിച്ചിരിക്കുന്നത്. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം ആരാണ് നേടിയിരിക്കുന്നത്? മലയാളി ആയിട്ടുള്ള നിഹാൽ സരിനാണ് ലഭിച്ചിട്ടുള്ളത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായിട്ട് നടൻ കൃഷ്ണകുമാറിനെയാണ് നിയമിച്ചിട്ടുള്ളത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പാർട്ട് ടൈം ചെയർമാനായിട്ടും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായിട്ട് ആരെ നിയമിച്ചു? നടൻ കൃഷ്ണകുമാറിനെയാണ് നിയമിച്ചിട്ടുള്ളത്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള രണ്ടാം പരീക്ഷണവും വിജയകരമായിട്ടുണ്ട്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന രണ്ടാം പരീക്ഷണവും എന്തായിട്ടുണ്ട്? വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയും എഴുതി വെച്ചോണേ. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ആശാ ഭോസ്ലെയാണ് കേട്ടോ, എഴുതി വെച്ചോണേ. ഇനി ആശാ ഭോസ്ലെ തന്നെ 2000 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നും കൂടെ പറയാം. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? നമ്മുടെ ആശാ ഭോസ്ലെയാണ്. അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വർഷം 2000 ഇനി എന്നാണ് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത്? അത് 2028 കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മവിഭൂഷണുമാണ് ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ആഗോള ശ്രദ്ധേയനായ ഐറിഷ് നടൻ മൈക്കൽ പാട്രിക് ആണ് അന്തരിച്ചത്. ഐറിഷ് നടനാണ് മൈക്കൽ പാട്രിക് അന്തരിച്ചു. മയാമി ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്കയ്ക്കും പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മയാമി ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ആരാണ് നേടിയിരിക്കുന്നത്? ആര്യാന സെബലെങ്കയും പുരുഷ ടെന്നീസ് കിരീടം ആര് കൊണ്ടുപോയി? ഇറ്റലിയുടെ യാനിക് സിന്നറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഫോർമുല 1 കാറോട്ട മത്സര ചാമ്പ്യൻഷിപ്പിൽ ലീഡ് നേടുന്ന പ്രായം കുറഞ്ഞ താരം, പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പി ജേതാവ് എന്നീ റെക്കോർഡുകൾക്കുടമ ആരാണ്? മെഴ്സിഡസിൻ്റെ ഇറ്റാലിയൻ ഡ്രൈവറായിട്ടുള്ള കിമി ആൻ്റോനെല്ലിയാണ് കൊണ്ടുപോയത്. ഇത് കഴിഞ്ഞ എഡീഷനിലും ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. കിമി ആൻ്റോനെല്ലിയാണ് 2026 ജപ്പാൻ ഗ്രാൻഡ് പി ജേതാവ് എന്ന് പറയുന്നത് കേട്ടോ. കിമി ആൻ്റോനെല്ലിയാണ് 2026 ജപ്പാൻ ഗ്രാൻഡ് പി ജേതാവ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ രണ്ട് റെക്കോർഡ് പെട്ടിരിക്കുന്നത്. എന്താണ്? ഈ ഫോർമുല 1 കാറോട്ട മത്സര ചാമ്പ്യൻഷിപ്പിൽ ലീഡ് നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്നും പിന്നെന്താണ് പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പി ജേതാവ് എന്ന റെക്കോർഡും ആർക്ക് സ്വന്തമാണ്? കിമി ആൻ്റോനെല്ലിക്ക് സ്വന്തമാണ്. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി ശീതൽ ദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, എഴുതി വെച്ചോണേ. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി ശീതൽ ദേവിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നാളെ ജനുവരി ഫെബ്രുവരി നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നാളെ ഞാൻ
മാർച്ചും ഏപ്രിലും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. കറണ്ട് അഫെയറിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള PSC ബുള്ളറ്റിനെ ആസ്പദമാക്കിയിട്ട് 2020 ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിനുടമയായി ബ്രസീൽ പേസർ ലോറ കാർഡോസോ കേട്ടോ. ലോറ കാർഡോസോ 2020 ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിനുടമയായി ബ്രസീൽ പേസർ ലോറ കാർഡോസോ. ടോം ലാം വിയറ്റ്നാം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിയറ്റ്നാം പ്രസിഡൻറ്റിൻ്റെ പേരെന്താണ്? ടോ ലാം. എന്ത് പേരാണല്ലേ? ടോ ലാം. സിമ്പിളാണ് പഠിക്കാൻ. അപ്പോൾ വിയറ്റ്നാം പ്രസിഡൻറ്റിൻ്റെ പേരെന്താണ്? ടോ ലാം. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി പെരിയസാമി കുമാരനാണ് നിയമിതനായിട്ടുള്ളത്. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് ആര് നിയമിതനായി? പെരിയസാമി കുമാരൻ. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി സാൻഡ് ആർട്ടിസ്റ്റ് സുദർശൻ പട്നായക് നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സുദർശൻ പട്നായക്. അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റാണ് കേട്ടോ. മണൽ കൊണ്ട് ചിത്രമൊക്കെ വരയ്ക്കില്ലേ, അതാണ് സാൻഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. സുദർശൻ പട്നായക് കേട്ടോ 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത്. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത്, ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അർജന്റീന പിന്മാറിയിരിക്കുന്നു. ഇന്ധന റേഷനിങ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായിട്ട് സ്ലോവേനിയ. ഇന്ധന റേഷനിങ് നമ്മുടെ ഇവിടെ അരിയൊക്കെയാണ്, അവിടെ ഇന്ധനം തുടങ്ങി. ഇന്ധന റേഷനിങ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായിട്ട് ഏത് മാറി? സ്ലോവേനിയ. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലിൻ്റെ പേരെന്താണ്? ജൻവിശ്വാസ് ഭേദഗതി ബില്ലാണ് കേട്ടോ. ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. ഇത് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബില്ലാണ്. ജൻവിശ്വാസ് ബില്ലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്താണ്? ശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ലെന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി അമരാവതിയെ നിശ്ചയിക്കുന്നതിനുള്ള വിജ്ഞാപനമിറക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ട് അമരാവതിനെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിദമനാണ് കേട്ടോ. അരിഹന്ത് അരിദമൻ. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിദമനാണ്. INS അരിദമൻ. എഴുതി വെക്കണം ഇതൊക്കെ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് കേട്ടോ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വയ്ക്കണേ. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്കിൻ്റെ പേരാണ് പ്രഹർ എന്ന് പറയുന്നത് കേട്ടോ. പ്രഹർ, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രഹർ. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്കിൻ്റെ പേരെന്താണ്? പ്രഹർ എന്നാണ് കേട്ടോ. പ്രഹർ. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നാസയുടെ ദൗത്യമായ ആർട്ടമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ആർട്ടമിസ് 2. അതെവിടുന്നാണ്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന്. എന്നാണ് വിക്ഷേപിച്ചത്? 2026 ഏപ്രിൽ 2. അപ്പോൾ ആർട്ടമിസ് 2 വിക്ഷേപിച്ച വർഷവും തീയതിയൊക്കെ ഒന്ന് പറഞ്ഞ്. 2026 ഏപ്രിൽ 2 കേട്ടോ. ആർട്ടമിസ് 2 യാത്രികരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, CSA കനേഡിയൻ ബഹിരാകാശ ഏജൻസിയാണ് കേട്ടോ. CSA. അതെ, ക്രിസ്റ്റീന കോച്ച് CSA ആണോ? ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ എന്നിവർ 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 സാന്റിയാഗോ തീരത്ത് 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി. അവർ വിജയകരമായി തിരിച്ച് ഏപ്രിൽ 10 തിരിച്ച് 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വിജയകരമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയായിരുന്നു യാത്രികരായിട്ടുണ്ടായിരുന്നത്? പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? റീഡ് വൈസ്മാന്, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് കേട്ടോ. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, CSA
അത് കനേഡിയൻ ബഹിരാകാശ ഏജൻസിയാണ് കേട്ടോ. പിന്നെ ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ, 4 പേര്. ആരൊക്കെയാണ്? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, പിന്നെ ജെറമി ഹാൻസൺ. അങ്ങനെ 4 പേരാണ് ഈ ആർട്ടമീസ് സെക്കൻഡ് ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അവർ തിരിച്ച് ഏപ്രിൽ 10-നാണ് വിജയകരമായിട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. അവർ അങ്ങോട്ട് പോയതെന്നാണ് 2026 ഏപ്രിൽ 2-നാണ് കേട്ടോ. ആർട്ടമീസ് സെക്കൻഡ് ഇവരെ വഹിച്ചുകൊണ്ട് പോകുന്നത് 2026 ഏപ്രിൽ 2-നാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ചന്ദ്രനടുത്തുപോയ ആദ്യ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി ആർട്ടമീസ് സെക്കൻഡിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോച്ച്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡ് ആര് നേടി? ക്രിസ്റ്റീന കോച്ച് നേടി. കൂടാതെ ചന്ദ്രനടുത്തു പോയിട്ടുള്ള ആദ്യ വനിത എന്ന റെക്കോർഡും അവർ തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. ക്രിസ്റ്റീന കോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ സ്വാഭാവികമായുള്ള ആൽഫ ക്ലീറ്റോ ഗ്ലൂട്ടറേറ്റ് രാസസംയുക്തം അൽഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമെന്ന സുപ്രധാന കണ്ടുപിടുത്തവുമായി പാലക്കാട് സ്വദേശിയായ ശാസ്ത്രജ്ഞ ഷീജ നവക്കോട് കേട്ടോ. ഷീജ നവക്കോട് നമ്മുടെ നാട്ടുകാരിയാണ്. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് AKG എന്നാട്ടോ അതിൻ്റെ ഷോർട്ട് ഫോം. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. AKG എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. AKG ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഈ രാസസംയുക്തം അൽഷിമേഴ്സ് എന്ന രോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിർണായകമാണ് എന്ന് കണ്ടുപിടുത്തം ആര് നടത്തി? നമ്മുടെ പാലക്കാടുകാരിയായിട്ടുള്ള ഷീജ നവക്കോട്. ഡോക്ടർ ഷീജ നവക്കോടാണ് അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇത്തിരി മരണങ്ങൾ അന്തരിച്ച ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് മുൻ പ്രധാനമന്ത്രി ലയണൽ ജോസ്പിൻ അന്തരിച്ചു. അപ്പോൾ ലയണൽ ജോസ്പിൻ ഫ്രഞ്ചിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. വിഖ്യാത അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കൻ അന്തരിച്ചു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അമേരിക്കൻ ജിം വിറ്റേക്കർ അന്തരിച്ചു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അമേരിക്കൻ ആരാണ്? ജിം വിറ്റേക്കർ ആണ് കേട്ടോ. ജിം വിറ്റേക്കർ അദ്ദേഹം അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മൊഹസിന കിദ്വായി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മൊഹസിന കിദ്വായി അന്തരിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിവിടെ ഏപ്രിൽ 15 ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മാർച്ചും ഏപ്രിലും 3 എഡീഷൻ. മാർച്ചും ഏപ്രിലും 4 എഡീഷൻ. നമ്മുടെ മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 2 ക്ലാസ് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. കഴിവതും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ജനുവരി ഫെബ്രുവരി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്